1995 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് സ്പീഷീസ്. അന്യഗ്രഹ ജീവികളുടെയും മനുഷ്യരുടെയും DNA ഉപയോഗിച്ച് ഒരു കൂട്ടം ശാസ്ത്രജ്ഞര് പുതിയൊരു ജീവിവർഗത്തിനെ സൃഷ്ടിക്കുന്നതും അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. യുഎസിലെ യൂട്ടാ മരുഭൂമിയിലെ ഒരു ലബോറട്ടറിയുടെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞര് സിൽ എന്നൊരു പെൺകുട്ടിയിൽ എന്തോ പരീക്ഷണം നടത്താൻ പോവുകയാണ്. അവളെ ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ ഒരു ചെറിയ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. സേവിയറാണ് ഇവിടുത്തെ പ്രധാന സയന്റിസ്റ്റ്. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേര് സയനൈഡ് നിറച്ച സിലിണ്ടറുകൾ കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ കണ്ണാടിക്കൂടിന്റെ പക്കൽ കൊണ്ടുവച്ചു. കൂട്ടിനുള്ളിൽ സയനൈഡ് കടത്തിവിടാനാണ് ശാസ്ത്രജ്ഞരുടെ പ്ലാൻ. അത് മനസ്സിലാക്കിയ സില്ല് ആകെ പേടിച്ചുപോയി. ശേഷം സിലിണ്ടറിൽ നിന്ന് കൂട്ടിലേക്ക് ഗ്യാസ് തുറന്നുവിടാൻ സേവിയർ പറഞ്ഞു. കുറച്ച് മിനിറ്റുകൾ അവൾ ആ വിഷവാതകം ശ്വസിച്ചു. പക്ഷെ എന്നിട്ടും അവള് മരിച്ചില്ല. അവസാനം അവള് ഗ്ലാസും തകർത്ത് പുറത്തു വന്നു. എന്നിട്ട് വേഗം ലാബിലെ നിറങ്ങി ഓടി. അവളെ പിടിക്കാൻ കുറെ ശാസ്ത്രജ്ഞരും മിലിറ്ററിക്കാരുമൊക്കെ പിന്നാലെ ഓടി. പുറത്തെ വലിയ മുള്ളുവേലിയൊക്കെ നിസ്സാരമായിട്ടാണ് അവള് ചാടിക്കടന്നത്. ഇതൊക്കെ കാണുമ്പോൾ സില്ല് എന്തായാലും സാധാരണ ഒരു കുട്ടിയല്ലെന്ന് നമുക്ക് മനസ്സിലാകും. കുറെ ദൂരം ഓടിയിട്ടും മിലിറ്ററിക്കാര് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം അവൾ അതുവഴി പോയി ഒരു ട്രെയിനിൽ ചാടിക്കേറി രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിനിനുള്ളിൽ ഒരുത്തൻ സില്ലിനെ ഉപദ്രവിക്കാൻ നോക്കി. എന്നാൽ സിൽ അവനെ പുഷ്പം പോലെ തൂക്കിയെടുത്ത് ചുമരിലടിച്ചു. അപ്പോൾ തന്നെ അവൻ പടമായി. അടുത്ത ദിവസം രാവിലെ അവള് ഏതോ ഒരു സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അവള് ആൾക്കാരെയൊക്കെ നിരീക്ഷിക്കുകയാണ്. വെറുതെ നിരീക്ഷിക്കുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവള് നോക്കി പഠിക്കുകയാണ്. ഓരോ ചെറിയ കാര്യം പോലും അവൾക്ക് വളരെ കൗതുകമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവൾ ഇതിനു മുൻപ് പുറം ലോകം കണ്ടിട്ടില്ലെന്ന കാര്യം നമുക്ക് മനസ്സിലാകും. അടുത്ത് മറ്റൊരു ട്രെയിൻ വന്നപ്പോൾ എല്ലാവരും ബാഗുകളും കൊണ്ട് ട്രെയിനിൽ കയറുന്നത് കണ്ടു. അതുകൊണ്ട് നൈസായിട്ട് ഒരു ബാഗും അടിച്ചു മാറ്റിയിട്ട് അവളും ആ ട്രെയിനിൽ കയറി. ഉടൻ തന്നെ ട്രെയിൻ സ്റ്റാർട്ടും ചെയ്തു. ആ സമയം പുറത്ത് ഒരാള് ബാഗ് കാണുന്നില്ലെന്നും പറഞ്ഞ് പോലീസിന്റെ അടുത്ത് സംസാരിക്കുന്നത് കാണാം. അയാളുടെ ബാഗാണ് ഇവൾ അടിച്ചു മാറ്റിയത്. ശേഷം അവള് ബാഗ് മൊത്തം പരിശോധിച്ച് നോക്കി. അതിലൊരു പോർട്ടബിൾ TV ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാശുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് നൽകി. സിൽ കൊച്ചുകുട്ടി ആയതിനാൽ കണ്ടക്ടർ ടിക്കറ്റിന് പകുതി കാശ് മാത്രമേ വാങ്ങിയുള്ളൂ. ഇതേ സമയം ആദ്യം സില്ല് കയറിയ ട്രെയിനിൽ സേവിയറും കൂട്ടരും വന്ന് സെർച്ച് ചെയ്തു. നോക്കിയപ്പോൾ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് ഒടിച്ച് മടക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അത് നേരത്തെ സില്ല് ചെയ്ത പണിയാണ്. മൃതദേഹത്തിലുള്ള ഫിംഗർ പ്രിന്റ്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ ഇത് ചെയ്തത് സില്ലാണെന്ന് സേവിയറിനും കൂട്ടർക്കും മനസ്സിലായി. അതുപോലെ ആവശ്യമാണെങ്കിൽ അവള് കൊല്ലാനും മടിക്കില്ലെന്ന കാര്യവും ഇപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് എത്രയും വേഗം അവളെ പിടികൂടാൻ സേവിയർ പുതിയൊരു ടീമിനെ ലാബിൽ വിളിച്ചു വരുത്തി. ഒന്നാമത്തത് ഡോക്ടർ ഡാൻ. ഇവന് മറ്റുള്ളവരുടെ ചിന്തകളും ഫീലിംഗ്സും ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ അപകടം സെൻസ് ചെയ്യാനുമൊക്കെയുള്ള കഴിവുണ്ട്. രണ്ടാമത്തത് ആന്ത്രോപോളജിസ്റ്റ് ആയ ഡോക്ടർ സ്റ്റീഫൻ. മൂന്നാമത്തത് മോളിക്യുലാർ ബയോളജിസ്റ്റ് ആയ ഡോക്ടർ ലോറ. ഇവര് 3 പേരും വലിയ ശാസ്ത്രജ്ഞരാണ്. ഇവരെ കൂടാതെ എക്സ് മിലിറ്ററി ആയ മൈക്കിളുമുണ്ട്. ഈ 4 പേരാണ് പുതിയ ടീം. ഈ സമയം ട്രെയിനിൽ സില്ലിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്നും ഒച്ചത്തിൽ ശബ്ദം കേട്ടിട്ട് കണ്ടക്ടർ അകത്ത് കയറി നോക്കി. പോർട്ടബിൾ TVയിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത്. പക്ഷെ സില്ലിനെ അവിടെ കാണാനില്ല. ബാത്റൂമിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ വിളിച്ചു നോക്കിയിട്ട് സില്ല് വിളി കേൾക്കുന്നില്ല. അതുകൊണ്ട് സംശയം തോന്നി കണ്ടക്ടർ ബാത്റൂമിൽ ചെന്ന് നോക്കി. അവിടെ കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ബാത്റൂം നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ ചുമരിൽ ഒരു വലിയ കൊക്കൂൺ ഇരിക്കുകയാണ്. അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് കൊക്കൂന്റെ ഉള്ളിൽ നിന്നും ഒരു ടെന്റക്കിൾ വന്ന് കണ്ടക്ടറിനെ പിടിച്ച് കൊന്നുകളഞ്ഞു. ശേഷം കൊക്കൂന്റെ ഉള്ളിൽ നിന്നും സില്ല് പുറത്തിറങ്ങി വന്നു. അവൾ ഇപ്പോൾ പൂർണ്ണമായും വളർന്നിരിക്കുകയാണ്. ഇവിടെ ലാബിൽ സേവിയർ പുതിയ ടീമിന് എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. സംഭവം സേവിയറും കൂട്ടരും യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളുടെ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അതിലവര് വിജയിക്കുകയും ചെയ്തു. കാരണം 2 വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഏലിയൻസിൽ നിന്നും അവർക്ക് 2 മെസ്സേജുകൾ കിട്ടി. രണ്ടും വ്യത്യസ്തമായ ഏലിയൻ സമൂഹങ്ങൾ അയച്ച മെസ്സേജസ് ആയിരുന്നു. ഒരു മെസ്സേജിൽ മീഥേനിൽ നിന്നും അനന്തമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവര് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏലിയൻസ് ആണെന്ന് മനസ്സിലായി. എന്നാൽ മറ്റേ മെസ്സേജിൽ ആ ഏലിയൻസിന്റെ DNA സീക്വൻസിന്റെ ഡീറ്റെയിൽസും ഏലിയൻസിന്റെ DNAയും മനുഷ്യരുടെ DNAയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് പുതിയൊരു ജീവിവർഗത്തിനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സേവിയറും കൂട്ടരും ചേർന്ന് നിർമ്മിച്ച പുതിയ ജീവിവർഗമാണ് സിൽ. അതായത് സിൽ പകുതി മനുഷ്യനും പകുതി ഏലിയനുമാണ്. അതുകൊണ്ടാണ് അവൾക്ക് അമാനുഷികമായ ശക്തികളുള്ളത്. അതിവേഗത്തിലാണ് അവള് വളർന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൾക്ക് 1 മാസം പ്രായമേ ആയിട്ടുള്ളൂ. ഇത്രയും റാപ്പിഡായിട്ട് വളരുന്നത് കൊണ്ട് തന്നെ ഇനി അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമെന്ന് ശാസ്ത്രജ്ഞർക്ക് തോന്നി. അതുകൊണ്ടാണ് അവര് സില്ലിനെ സയനൈഡ് ഉപയോഗിച്ച് കൊന്നുകളയാൻ തീരുമാനിച്ചത്. പക്ഷെ അവളാണെങ്കിൽ എസ്കേപ്പ് ആവുകയും ചെയ്തു.
അവളുടെ വർഗത്തിന്റെ അതിജീവനം ഉറപ്പുവരുത്താൻ വേണ്ടി ഇനി അവള് എത്രയും വേഗം ബ്രീഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ അത് വലിയ അപകടമായി മാറും. അതുകൊണ്ട് അവള് ബ്രീഡ് ചെയ്യുന്നതിന് മുന്നേ അവളെ കണ്ടെത്തി കൊന്നുകളയണം. അങ്ങനെ സേവിയർ എല്ലാ കാര്യങ്ങളും ടീമിന് പറഞ്ഞുകൊടുത്തു. അടുത്ത ദിവസം രാവിലെ ട്രെയിനിൽ നടന്ന സംഭവം അറിഞ്ഞിട്ട് സേവിയറും ടീമും സംഭവ സ്ഥലത്തെത്തി. അവിടെ കൊക്കൂൺ കിടക്കുന്നത് കണ്ടപ്പോൾ സിൽ പൂർണ്ണമായും വളർന്നിട്ടുണ്ടാകുമെന്ന് ടീമിന് മനസ്സിലായി. ശേഷം സേവിയറും കൂട്ടരും കൂടെ ഈ സിറ്റിയിൽ തന്നെ ഒരു വലിയ ഹോട്ടലിൽ തങ്ങാൻ തീരുമാനിച്ചു. ഈ സമയം സില്ലും ഇതേ സിറ്റിയിൽ ഉണ്ടായിരുന്നു. നേരത്തെ കണ്ടക്ടറിന്റെ പക്കൽ നിന്നും കാശും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഇവള് മോഷ്ടിച്ചിരുന്നു. അത് വെച്ച് ആദ്യം ഇവള് കുറച്ച് തുണികൾ വാങ്ങി. എന്നിട്ടൊരു ചെറിയ ഹോട്ടലിൽ ചെന്ന് മുറിയെടുത്തു. അന്ന് രാത്രിയായപ്പോൾ ഇവിടെ സമീപത്ത് ഏറ്റവും പോപ്പുലറായ ക്ലബ്ബ് ഏതാണെന്ന് അവൾ ചെന്ന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. അയാൾ ഒരു ക്ലബ്ബ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ക്ലബിൽ ഒരുപാട് ആണുങ്ങൾ ഉണ്ടായിരിക്കും. അതിലാരെയെങ്കിലും ഉപയോഗിച്ച് മേറ്റ് ചെയ്യാമെന്നാണ് സിലിന്റെ പ്ലാൻ. അങ്ങനെ അവള് ക്ലബിലേക്ക് പോകാൻ ഇറങ്ങി. ഇറങ്ങുന്നതിന് മുന്നേ റിസപ്ഷനിസ്റ്റ് അവളുടെ ക്രെഡിറ്റ് കാർഡ് ചോദിച്ചു. അവള് കണ്ടക്ടറിന്റെ ക്രെഡിറ്റ് കാർഡാണ് കൊടുത്തത്. അയാൾ അത് സ്കാൻ ചെയ്തതും ഉടൻ തന്നെ കണ്ടക്ടറിന്റെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ആയെന്നും അതെവിടെയാണ് ആക്ടിവേറ്റ് ആയതെന്നും സേവിയറിന് അറിയാൻ സാധിച്ചു. കാരണം സേവിയറിന്റെ ആൾക്കാർ അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം കുറച്ചു കഴിഞ്ഞ് സില്ല് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ ക്ലബിലെത്തി. അവിടെ ആരോഗ്യവാനായിട്ട് തോന്നിയ ഒരാളെ സില്ല് തിരഞ്ഞെടുത്തു. എന്നിട്ട് അയാളെ വശീകരിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും മറ്റൊരുത്തി വന്ന് അയാളെ തട്ടിയെടുത്തു. സില്ലിന് ആകെ ദേഷ്യം തോന്നി. സില്ല് ആ പെണ്ണിനെ ഫോളോ ചെയ്ത് ബാത്റൂമിലെത്തി. നോക്കിയപ്പോൾ അവിടെ വേറെ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ കിട്ടിയ തക്കത്തിൽ സിൽ ആ പെണ്ണിനെ അങ്ങ് കൊന്നുകളഞ്ഞു. ഈ സമയം സേവിയറും ടീമും സില്ലിന്റെ ഹോട്ടലിലെത്തി. റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സിൽ ക്ലബിൽ പോയിരിക്കുകയാണെന്നറിഞ്ഞു. അപ്പോൾ അത് ബ്രീഡ് ചെയ്യാനുള്ള മേറ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് ടീമിന് മനസ്സിലായി. അതുകൊണ്ട് അവര് വേഗം ആ ക്ലബിലേക്ക് പോയി. അവിടെ മൊത്തം തിരഞ്ഞപ്പോൾ ബാത്റൂമിൽ നേരത്തെ സില്ല് കൊന്ന പെണ്ണിന്റെ ബോഡി കണ്ടു. പക്ഷെ സില്ലിനെ ഒരിടത്തും കാണാനില്ല. ക്ലബിലുള്ളവരോട് തിരക്കിയപ്പോൾ സിൽ റോബി എന്നൊരാളിന്റെ കൂടെ പോയെന്നറിയാൻ പറ്റി. ഈ സമയം സില്ല് റോബിയുടെ കൂടെ അവന്റെ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് റോബി വണ്ടി ഓടിക്കുന്നത് സിൽ നോക്കി പഠിച്ചിരുന്നു. എന്തായാലും അവരുമായിട്ട് മേറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. പക്ഷെ എന്തോ കാരണത്താൽ സില്ലിന് പെട്ടെന്ന് മനസ്സ് മാറി. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് തിരിച്ച് ക്ലബിൽ കൊണ്ടുവിടാൻ സില്ല് പറഞ്ഞു. അത് കേട്ട് റോബിക്ക് ദേഷ്യം വന്നു. അവൻ സില്ലിനെ ഉപദ്രവിക്കാൻ നോക്കി. എന്നാൽ അവളാണെങ്കിൽ പുല്ല് പോലെ അവനെ കൊന്നുകളഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സേവിയറും ടീമും റോബിയുടെ വീട്ടിലെത്തി. പക്ഷെ അപ്പോഴേക്കും സില്ല് അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. റോബിയുടെ ബോഡി പരിശോധിച്ചപ്പോൾ മേറ്റ് ചെയ്തിട്ടില്ലെന്ന് ടീമിന് മനസ്സിലായി. അത് സേവിയറിന് വളരെ വിചിത്രമായിട്ട് തോന്നി. അപ്പോഴാണ് റോബിയുടെ മുറിയിൽ ഇൻസുലിൻ ബോട്ടിൽസ് ഇരിക്കുന്നത് ലോറ ശ്രദ്ധിച്ചത്. ചില ജീവിവർഗങ്ങൾ മേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള ഇണയെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഒരുപക്ഷെ സില്ലും അങ്ങനെയായിരിക്കും. അങ്ങനെയെങ്കിൽ റോബി ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും അവൾ ഇവനുമായിട്ട് മേറ്റ് ചെയ്യാത്തതെന്നാണ് ലോറയുടെ നിഗമനം. ഈ സമയം സില്ല് അവളുടെ ഹോട്ടലിലെത്തി. റോബിയുടെ കാറും കൊണ്ടാണ് അവൾ വന്നത്. പക്ഷേ ഹോട്ടലിൽ നിറയെ പോലീസുകാരാണ്. അതുകൊണ്ട് അവൾ അവിടുന്ന് പോയി. അന്ന് രാത്രി അവൾ റോഡരികത്ത് കാറിൽ തന്നെ കിടന്നുറങ്ങി. ശേഷം അടുത്ത ദിവസം രാവിലെ അവൾ വീണ്ടും ഡ്രൈവ് ചെയ്തു. ഒടുവിൽ ഡ്രൈവ് ചെയ്ത് അടുത്ത സിറ്റിയിലെത്തി. പക്ഷെ അതിനിടയിൽ കാറിന്റെ പെട്രോള് തീർന്നുപോയി. പിന്നെ അവൾ ആ വണ്ടി ഉപേക്ഷിച്ചിട്ട് റോഡിലൂടെ നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവളുടെ അശ്രദ്ധ കാരണം ഒരു കാർ വന്ന് അവളെ ഇടിച്ചു. ജോൺ ആണ് ആ വണ്ടി ഓടിച്ചത്. ഉടൻ തന്നെ ജോണ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. കുറച്ചു കഴിഞ്ഞ് റോബിയുടെ കാർ കണ്ടെത്തിയെന്ന് പോലീസ് സേവിയറിനെ വിളിച്ചറിയിച്ചു. ഈ സമയം ആശുപത്രിയിൽ ഒരു ഡോക്ടർ സെല്ലിനെ ചികിത്സിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ അവളുടെ മുറിവുകളും ഒടിവുകളുമെല്ലാം സെക്കൻഡുകൾ കൊണ്ട് തന്നെ തനിയെ ഭേദമായി. അത് കണ്ട് ഡോക്ടർ അമ്പരന്ന് പോയി. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുന്നേ അവൾ അവിടുന്ന് പുറത്തിറങ്ങിപ്പോയി. പുറത്ത് ജോൺ നിൽപ്പുണ്ടായിരുന്നു. സിൽ ഒരു കുഴപ്പവുമില്ലാതെ വരുന്നത് കണ്ടപ്പോൾ ജോണിനും അത്ഭുതം തോന്നി. ഈ സമയം സേവിയറും ടീമും റോബിയുടെ കാറ് പരിശോധിക്കുകയായിരുന്നു. അതിനിടയിൽ നേരത്തെ ഹോസ്പിറ്റലിൽ സംഭവിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് അവർക്ക് കിട്ടി. ഉടനെ അവർ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ജോണിന്റെ ഡീറ്റെയിൽസ് കിട്ടി. അന്ന് വൈകുന്നേരം സിൽ ജോണിന്റെ വീട്ടിലായിരുന്നു. അവള് ജോണുമായിട്ട് മേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ജോണിന്റെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് ടീം അവിടെ എത്തി. അവര് വന്ന് ഡോറിൽ മുട്ടിയതും അതാരാണെന്ന് ഞാൻ ചെന്ന് നോക്കാമെന്ന് ജോൺ പറഞ്ഞു. പക്ഷേ വാതിൽ തുറക്കാൻ അവള് സമ്മതിച്ചില്ല. എത്രയും വേഗം നമുക്ക് മേറ്റ് ചെയ്യാമെന്നാണ് അവള് പറയുന്നത്. അത് വളരെ വിചിത്രമായിട്ട് തോന്നിയ ജോൺ അവളെ എതിർത്തു. ഉടനെ അവൾ അവനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞു. അതേസമയം തന്നെ അവള് ഏലിയനായിട്ട് മാറുകയും ചെയ്തു. ശേഷം സേവിയറും കൂട്ടരും അകത്ത് കയറി വന്നു. അപ്പോഴേക്കും ജോണിനെ കൊന്നിട്ട് സിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. അവള് വീണ്ടും മനുഷ്യരൂപത്തിലായി മാറിയ ശേഷം ഒരു സ്ത്രീയുടെ വാഹനത്തിൽ കയറി. എന്നിട്ട് ആ സ്ത്രീയെ വാഹനത്തിൽ കെട്ടിയിടുകയും ചെയ്തു. പിന്നെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി അവൾ അവിടെയാണ് കിടന്നുറങ്ങിയത്. സ്ത്രീയെ ബെഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്.
അടുത്ത ദിവസം രാവിലെ ആദ്യം സില്ല് അവളുടെ പെരുവിരൽ മുറിച്ചെടുത്തു. സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിന്റെ സ്ഥാനത്ത് പുതിയ വിരല് വരികയും ചെയ്തു. ആ മുറിച്ചെടുത്ത വിരലാണെങ്കിൽ ഒരു ചെറിയ കവറിൽ പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് ആ സ്ത്രീയുടെയും പെരുവിരൽ മുറിച്ചെടുത്തു. സ്ത്രീയുടെ വിരലിനെ കൊണ്ട് ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്തു. പിന്നെ അവള് പെട്രോൾ പമ്പിൽ ചെന്ന് 2 ക്യാൻ നിറയെ പെട്രോൾ വാങ്ങി. ശേഷം അന്ന് രാത്രി സിൽ സേവിയറും കൂട്ടരും തങ്ങുന്ന ഹോട്ടലിലെത്തി. എന്നിട്ട് മനഃപൂർവ്വം ഡാന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഡാൻ ആണെങ്കിൽ ഉടൻ തന്നെ ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തി. ബാക്കിയുള്ളവര് വരുന്നത് കണ്ടതും സിൽ ഓടിച്ചെന്നൊരു കാറിൽ കയറി. ആ കാറിൽ നേരത്തെ കണ്ട സ്ത്രീയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് അവളെ കെട്ടിയിട്ടിരിക്കുന്നത്. സിൽ അവിടുന്ന് രക്ഷപ്പെടാൻ എന്ന രീതിയിൽ വളരെ വേഗം വണ്ടി ഓടിച്ചു. സേവിയറും ടീമും മറ്റു വണ്ടികളിൽ കയറി അവളെ ഫോളോ ചെയ്തു. അതിനു പുറമെ കുറച്ച് ഹെലികോപ്റ്റേഴ്സുമുണ്ട്. കുറെ ദൂരം പോയ ശേഷം സിൽ വണ്ടിയെ ഒരു ചെറിയ കുന്നിന് മുകളിൽ നിന്നും താഴോട്ട് ചാടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവള് വണ്ടിയിൽ നിന്നും പുറത്തു ചാടി രക്ഷപ്പെടുകയും ചെയ്തു. വണ്ടിയാണെങ്കിൽ നേരെ ചെന്നൊരു ട്രാൻസ്ഫോമറിൽ ചെന്ന് ഇടിച്ചു. വണ്ടിയിൽ പെട്രോൾ ക്യാനുകളും കൂടെ ഉണ്ടായിരുന്നതിനാൽ തീ പിടിച്ച് വണ്ടി പൊട്ടിത്തെറിച്ചു. അതിനു പുറമെ ഒരു കാരണവശാലും സില്ല് രക്ഷപ്പെടാൻ പാടില്ലെന്ന് കരുതി ഹെലികോപ്റ്റേഴ്സ് വണ്ടിയിലേക്ക് മിസൈൽ അയക്കുകയും ചെയ്തു. അങ്ങനെ സില്ല് കെട്ടിയിട്ടിരുന്ന സ്ത്രീ വണ്ടിയിൽ കിടന്ന് അൽഫാമായി. യഥാർത്ഥത്തിൽ ഇതെല്ലാം സിൽ മരിച്ചുവെന്ന് ടീമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സില്ലിന്റെ പ്ലാൻ ആയിരുന്നു. സേവിയറും കൂട്ടരും കത്തിക്കരിഞ്ഞ കാറ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു വിരൽ കിട്ടി. അതിനെ പരിശോധിച്ചപ്പോൾ അത് സില്ലിന്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതിനാൽ സില്ല് ശരിക്കും മരിച്ചുവെന്ന് തന്നെ അവര് കരുതി. അപ്പോൾ സില്ലിന്റെ പ്ലാൻ കൃത്യമായിട്ട് വർക്കൗട്ടായി. ഈ സമയം സില്ലാണെങ്കിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ മുടി മുറിച്ച് ലുക്കിൽ ചെറിയ വ്യത്യാസം വരുത്തി. ശേഷം അന്ന് വൈകുന്നേരം സേവിയറും ടീമും ചേർന്ന് ഹോട്ടലിൽ അവരുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ ഡാനിന്റെ മനസ്സിൽ സിൽ ചത്തിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. അതുപോലെ മൈക്കിളിനും സിൽ ചത്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയെ ഇത്രയും എളുപ്പത്തിൽ കൊല്ലാൻ കഴിയില്ലെന്നാണ് മൈക്കിളിന്റെ അഭിപ്രായം. എന്നാൽ വണ്ടിയിൽ നിന്നും കിട്ടിയ സില്ലിന്റെ വിരല് അവള് മരിച്ചു എന്നതിന്റെ തെളിവാണെന്നും അതിനാൽ നീ അവളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നുമാണ് ലോറ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സില്ല് ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. അവള് ലോറയുടെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് പോലും അവളെ തിരിച്ചറിയാൻ ലോറയ്ക്ക് കഴിഞ്ഞില്ല. കാരണം മുടി മുറിച്ചതിന് പുറമെ സിൽ മുടിയുടെ കളറും മാറ്റിയിരിക്കുകയാണ്. ആരെയെങ്കിലും വശീകരിച്ച് മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൽ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവള് സ്റ്റീഫനെ ശ്രദ്ധിച്ചു. അവൻ ഉത്തമമായ ഒരു മേറ്റ് ആണെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് അവൾ അവനെ വശീകരിച്ച് അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയം സമീപത്തെ മുറിയിലുണ്ടായിരുന്ന ഡാനിന് സില്ല് സമീപത്തെവിടെയോ ഉണ്ടെന്ന തോന്നലുണ്ടായി. അങ്ങനെ അവൻ പുറത്തു വന്ന് തിരയാൻ തുടങ്ങി. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവള് സ്റ്റീഫന്റെ മുറിയിലുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ഈ കാര്യം പെട്ടെന്ന് ചെന്ന് മൈക്കിളിന്റെ അടുത്ത് പറഞ്ഞു. ഈ സമയം കൊണ്ട് സില്ല് സ്റ്റീഫനുമായിട്ട് മേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഇത് സില്ലാണെന്ന കാര്യം സ്റ്റീഫൻ തിരിച്ചറിഞ്ഞത്. എന്നാൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ സിൽ അവനെ കൊന്നുകളഞ്ഞു. ഒടുവിൽ സേവിയറും ടീമും സ്റ്റീഫന്റെ മുറി തള്ളി തുറക്കാൻ നിന്നതും ഏലിയൻ രൂപത്തിലായി മാറിയ സില്ല് ചുമരും തകർത്തുകൊണ്ട് പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ടീമും ഏലിയന്റെ പിന്നാലെ പോയി. അവള് ഒരു സീവർ സിസ്റ്റത്തിലാണ് ചാടി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ടീമും സീവർ സിസ്റ്റത്തിൽ ചാടി. പക്ഷെ സീവറിൽ ഏലിയനെ കാണാനില്ല. അവൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയായിരിക്കുമെന്ന് ടീമിന് മനസ്സിലായി. അതുകൊണ്ട് 4 പേരും 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഏലിയനെ തിരയാൻ തുടങ്ങി. ഇടയ്ക്ക് വെള്ളത്തിൽ എന്തോ ശബ്ദം കേട്ടിട്ട് സേവിയർ അങ്ങോട്ട് ചെന്ന് നോക്കി. പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്നും ഏലിയൻ ചാടി വന്ന് സേവിയറിനെ പിടികൂടി. ആ ശബ്ദം കേട്ടിട്ട് ബാക്കിയുള്ളവർ അവിടെ എത്തിയപ്പോഴേക്കും സേവിയറിനെ കൊന്നിട്ടിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ ബാക്കി 3 പേരും കൂടെ വീണ്ടും ഏലിയനെ തിരയാൻ തുടങ്ങി. ഏലിയൻ ആണെങ്കിൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് സീലിംഗിൽ ഒളിച്ചിരിക്കുകയാണ്. കുറെ നേരം തിരഞ്ഞിട്ടും ടീമിന് ഏലിയനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയിൽ ഏലിയനാണെങ്കിൽ അവര് കാണാതെ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി. ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് ഒരു വലിയ ഗുഹയിലേക്ക് പ്രവേശിക്കാനുള്ള ചെറിയൊരു വഴി ലോറ കണ്ടെത്തി. ഏലിയൻ ഇതിനകത്തുണ്ടെന്നാണ് ഡാനിന് തോന്നുന്നത്. അതിനാൽ അവർ ആ ഗുഹയിൽ കയറി. ഈ സമയം ഏലിയൻ ഈ ഗുഹയിൽ ഒരിടത്തുണ്ടായിരുന്നു. അവള് ഒരു ഏലിയൻ കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ അവൾ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ബാക്കി ടീമിനെ കൊല്ലാൻ പോയി. കുറച്ചു കഴിഞ്ഞ് ടീം ഗുഹയിലൂടെ നടക്കുന്നതിനിടയിൽ ഡാൻ ഒരു കൊച്ചുകുട്ടിയെ കണ്ടു. അത് ഏലിയൻ കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ആ കുട്ടി ഏലിയൻ രൂപത്തിലായി മാറുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഡാന്റെ കയ്യിൽ ഒരു ഫ്ലെയിം ത്രോവർ ഉണ്ടായിരുന്നു. അത് വെച്ച് കുട്ടിയെ കത്തിച്ച ശേഷം ഒരു ചെറിയ കുഴിയിലേക്ക് കുട്ടിയെ തള്ളിയിട്ടു. ആ കുഴിയിൽ നിറയെ തീ കത്തുന്ന ദ്രാവകമായിരുന്നു. അതിനാൽ അവിടെ കിടന്ന് കുട്ടി ഫ്രൈ ആയി. അതിനിടയിൽ ഡാനും കാല് തന്നെ ആ കുഴിയിൽ ചെന്ന് വീഴാൻ പോയി. ഭാഗ്യത്തിന് അവൻ അറ്റത്തിൽ പിടിച്ച് കുഴിയിൽ വീഴാതെ തൂങ്ങിക്കിടന്നു. മറ്റു 2 പേരും കൂടെ ഡാനിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ സില്ലെത്തി. കുട്ടി കത്തിക്കരിയുന്ന ദൃശ്യം കണ്ട് ദേഷ്യം വന്ന സില്ല് ഓടിച്ചെന്ന് ടീമിനെ ആക്രമിച്ചു. മൈക്കിളാണ് അവളെ നേരിടാൻ പോയത്.
സിൽ അവനെ ടെന്റക്കിൾ കൊണ്ട് തൂക്കിയെടുത്തു. എന്നാൽ അവനാണെങ്കിൽ ടെന്റക്കിൾ മുറിച്ചു കളഞ്ഞ് രക്ഷപ്പെട്ടു. എന്നിട്ടൊരു തോക്കെടുത്ത് സില്ലിനെ തുരാന്ന് വെടിവെച്ചു. വെടികൊണ്ടതിന്റെ ആഘാതത്തിൽ സില്ലും തീ നിറഞ്ഞ കുഴിയിൽ ചെന്ന് വീണു. ഡാൻ ഇപ്പോഴും തൂങ്ങിപ്പിടിച്ച് കിടക്കുകയാണ്. മറ്റു രണ്ടുപേരും കൂടെ അവനെ വീണ്ടും രക്ഷിക്കാൻ നോക്കി. എന്നാൽ വീണ്ടും സിൽ കുഴിയിൽ നിന്നും കയറി വന്ന് ഡാന്റെ കാലിൽ പിടികൂടി. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോൾ മൈക്കിൾ ഒരു വലിയ ഷോട്ട് ഗൺ എടുത്ത് സിലിനെ വെടിവെച്ചു. ഒറ്റ വെടിയിൽ തന്നെ സിലിന്റെ തല പൊട്ടിച്ചിതറി. അങ്ങനെ അവസാനം അവരവളെ കൊന്നുകളഞ്ഞു. ശേഷം ഡാനെ രക്ഷിച്ചിട്ട് എല്ലാവരും കൂടെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് വീണ്ടും ഗുഹയിലെ രംഗം കാണിക്കുന്നത്. നേരത്തെ മൈക്കിൾ വെട്ടിയിട്ട ഏലിയന്റെ ടെന്റക്കിളിനെ ഒരു ചെറിയ എലി വന്ന് എടുത്ത് കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ എലിയും അന്യഗ്രഹ ജീവിയെ പോലെ മ്യൂട്ടേറ്റ് ആയി. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷെ ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.